പ്രിയമുള്ളവരെ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും പവിത്രവുമായ ബന്ധങ്ങളിലൊന്നാണ് സൗഹൃദം. ജനനം കൊണ്ട് ലഭിക്കുന്ന രക്തബന്ധങ്ങൾക്കപ്പുറം നമ്മൾ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരേ ഒരു പവിത്രമായ ബന്ധം സൗഹൃദമായിരിക്കാം. വിശ്വസ്തനായ ഒരു സുഹൃത്ത് ജീവിതത്തിന്റെ അമൃതമാണ് എന്നാണ് പുരാതന കാലം മുതൽക്കേ പറയപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ അതിവേഗ ആധുനിക ലോകത്ത് ഡിജിറ്റൽ യുഗത്തിന്റെ വരവോടെ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളുടെ പട്ടിക ആയിരങ്ങളായി നീളുമ്പോഴും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിക്കാൻ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പലരും പതറിപ്പോകാറുണ്ട്. ഒരു നല്ല സുഹൃത്ത് ആരാണെന്നും അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് കണ്ടെത്താമെന്നും വ്യക്തമായി മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിനും മാനസികാരോഗ്യത്തിനും ഏറെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്താനും നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കാനും നമ്മളെ നമ്മളാക്കി മാറ്റാനും ഒരു നല്ല കൂട്ടുകാരന് സാധിക്കും. മനുഷ്യൻ പ്രകൃത്യാ ഒരു സാമൂഹിക ജീവിയാണ്. പൂർണ്ണമായ ഒറ്റപ്പെടൽ മനുഷ്യന്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ പോലും തെളിയിക്കുന്നുണ്ട്. അവിടെയാണ് യഥാർത്ഥ സൗഹൃദത്തിന്റെ പ്രസക്തി വരുന്നത്. നല്ല സുഹൃത്തുക്കൾ നമുക്ക് വെറും സന്തോഷം നൽകുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ താങ്ങായി നിൽക്കുകയും ചെയ്യുന്നു. ഒരു നല്ല സുഹൃത്ത് ഒപ്പമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം തന്നെ ഉയരുന്നു. നിത്യജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഏകാന്തത എന്ന വലിയ ശാപത്തെ അകറ്റി നിർത്താനും നല്ലൊരു കൂട്ടുകാരന് കഴിയും. എന്നാൽ ഇതിന്റെ മറുപുറം പരിശോധിച്ചാൽ തെറ്റായ കൂട്ടുകെട്ടുകൾ ഒരു വ്യക്തിയെ പൂർണ്ണമായും നശിപ്പിക്കാനും സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയാക്കാനും കാരണമാകും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണെന്ന് തിരിച്ചറിയുന്നതും അവരെ ജീവിതാവസാനം വരെ ചേർത്ത് നിർത്തുന്നതും അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില അടിസ്ഥാന ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിശ്വസ്തത തന്നെയാണ്. ഒരു നല്ല സുഹൃത്ത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും നിങ്ങളുടെ രഹസ്യങ്ങളെയും ജീവനെ പോലെ കാത്തു സൂക്ഷിക്കും. നിങ്ങളുടെ കഠിനമായ സാഹചര്യങ്ങളിൽ അവർ നിങ്ങളെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല എന്ന് മാത്രമല്ല, എപ്പോഴും സത്യസന്ധനായിരിക്കും എന്നതും ശ്രദ്ധേയമാണ്. നിങ്ങളുടെ തെറ്റുകളെ അവർ ഒരിക്കലും അന്ധമായി പ്രോത്സാഹിപ്പിക്കില്ല. കപടമായ പുഴത്തലുകൾക്ക് പകരം ആത്മാർത്ഥമായ നിർദ്ദേശങ്ങളായിരിക്കും അവർ നൽകുക. കൂടാതെ അവർ നിങ്ങളെ ക്ഷമയോടെ കേൾക്കാനും തയ്യാറാകും. നിങ്ങളുടെ വാക്കുകൾക്ക് അവർ നൽകുന്ന വില തന്നെയാണ് ആ സൗഹൃദത്തിന്റെ ആഴം അളക്കുന്നത്. യഥാർത്ഥ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിന് മുൻപ് വിഷലിപ്തമായ അല്ലെങ്കിൽ കപട സുഹൃത്തുക്കളെ തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളെ ഓർക്കുകയും നിങ്ങളുടെ ആവശ്യ സമയത്ത് എപ്പോഴും തിരക്ക് അഭിനയിച്ച് മാറി നിൽക്കുകയും ചെയ്യും. നല്ല സുഹൃത്തുക്കളെ ലഭിക്കാൻ ആദ്യം നമ്മൾ ഒരു നല്ല സുഹൃത്തായി മാറണമെന്നതാണ് പ്രകൃതിയുടെ നിയമം. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് മുറിക്കാതെ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യണം. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന ബഹുമാനവും പരിഗണനയും തന്നെയാണ് നമുക്ക് തിരികെ ലഭിക്കുക. അതിനൊപ്പം ആളുകളെ മനസ്സിലാക്കാൻ ആവശ്യത്തിന് സമയം നൽകുക. ഒറ്റ നോട്ടത്തിൽ കാണുന്നവരെയെല്ലാം അല്ലെങ്കിൽ 2 ദിവസം മധുരമായി സംസാരിച്ചവരെയെല്ലാം അടുത്ത സുഹൃത്തുക്കളായി പ്രഖ്യാപിക്കരുത്. ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന പഴഞ്ചൊല്ല് അനർത്ഥമാക്കും വിധം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആരാണോ യാതൊരു ലാഭേച്ഛയുമില്ലാതെ ഒപ്പം നിൽക്കുന്നത് അവരെ തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിക്കുക. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നത് പോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് അവരുമായുള്ള ബന്ധം ദൃഢമായി നിലനിർത്തുന്നതും. ഒരു നല്ല സുഹൃത്തിനെ കണ്ടെത്താൻ നിങ്ങളുടെ മനസ്സ് എപ്പോഴും തുറന്നിടുക. പുതിയ മനുഷ്യരെ പരിചയപ്പെടാനും അവരുമായി ആരോഗ്യകരമായ രീതിയിൽ സംവദിക്കാനും മടിക്കരുത്. മറ്റുള്ളവരിൽ നിന്ന് നല്ലൊരു സൗഹൃദം പ്രതീക്ഷിക്കുന്നതിന് മുൻപ് നമ്മൾ അവർക്കൊരു നല്ല സുഹൃത്തായി മാറാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതെ,
യഥാർത്ഥ സൗഹൃദം നമ്മൾ നൽകുന്ന വിലപ്പെട്ട സമ്മാനങ്ങളാകണമെന്നും ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള കരുത്താകണമെന്നും ഏതിരുട്ടിലും വെളിച്ചമാകണമെന്നുമുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്ക് ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.